ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് നാളായി നെയ്ച്ചോറ് കഴിക്കണമെന്നൊരാഗ്രഹം. അപ്പോൾ ഞങ്ങളുടെ തട്ടിക്കൂട്ട് നെയ്ച്ചോറ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടന്നാലോ? ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. ഫുള്ളായിട്ട് വീഡിയോ കാണുകയും വേണം. ഓക്കെ. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് 3 ഗ്ലാസ് ബിരിയാണി അരിയും അതിന് 4 ഗ്ലാസ് വെള്ളമാണ് നമ്മളിവിടെ എടുക്കണത്. പിന്നെ നമുക്ക് വേണ്ടത് എന്താ പറയുക, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കുരുമുളക്. നെയ്യൊക്കെ നമ്മൾ കുറച്ച് ഇടുള്ളൂ, നമുക്ക് നെയ്യ് അത്ര ഇഷ്ടമില്ലാത്ത കാരണം കുറച്ച്. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണത് കുറച്ച് തവിടെണ്ണയാണ് കേട്ടോ. കുക്കറിലാണ് നമ്മളിവിടെ വെക്കണത്. അപ്പോൾ ആ എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, കുരുമുളക് ഇട്ട് കൊടുത്തിട്ട്, ഞങ്ങളുടെ ഇളക്കലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തിളയ്ക്കാൻ വെക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ബിരിയാണി അരി എടുത്തിട്ട് അതിൽ അത്യാവശ്യം ഇളക്കി വെക്കണം. അതിൽ ഉപ്പും കൂടി ഇടാൻ മറക്കരുത് കേട്ടോ. നമ്മൾ കുക്കറിൻ്റെ മൂടി നല്ലപോലെ അടച്ച് വെച്ചിട്ട് വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. 10 വിസിലിൽ നെയ്ച്ചോറ് ഇവിടെ റെഡിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് സവാളയും പച്ചമുളകും അരിഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കുറച്ച് സുറുക്ക ഒഴിച്ച് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വിസിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് തുറന്നപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ട്. കറി മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് പാത്രത്തേക്ക് സെർവ് ചെയ്യാണ്. ആ സെർവ് ചെയ്യണ നേരത്തെ ആ ഒരു സ്മെല്ല്, ആ ഒരു നെയ്ച്ചോറിൻ്റെ ആ മണം, പടച്ചോനെ, എന്താ പറയുക, 2-3 ദിവസമായിട്ട് ആഗ്രഹിച്ചിരുന്ന സാധനം കൂടിയാണല്ലോ. അപ്പോൾ നമ്മുടെ പ്ലേറ്റിലേക്ക് ചോറിട്ട വഴിക്ക് നമ്മൾ കുറച്ച് കറി അങ്ങോട്ട് എടുത്ത് അതിലേക്ക് കുറച്ച് സാലഡും കൂടി മിക്സ് ചെയ്ത്, പിന്നെ നമ്മുടെ അച്ചാർ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ, നാരങ്ങ അച്ചാറാണേ. അങ്ങനെ വേഗം കൈ കഴുകി ഓടിച്ചെന്ന് ഫുഡിൻ്റെ മുമ്പിലിരുന്നു. നിങ്ങൾക്കും നെയ്ച്ചോറ് വേണമെന്നുണ്ടെങ്കിൽ ഈ തട്ടിക്കൂട്ട് റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.